വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഓണം എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, ഫുൾ മാർക്ക് വാങ്ങുക അല്ലെ, അല്ലെങ്കിൽ A+ വാങ്ങുക, നല്ല മാർക്ക് വാങ്ങുക അല്ലെ. ഫ്രണ്ട്സിനോടും ഫാമിലിനോടൊക്കെ നമ്മുടെ മാർക്ക് വിളിച്ച് പറയാൻ തക്കോണം നല്ലൊരു മാർക്ക് വാങ്ങാനാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹം അല്ലെ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ഈ വർഷം ഓണ പരീക്ഷയ്ക്ക് പുതിയ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ, മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. അപ്പൊ മാറിയ ചോദ്യങ്ങൾ അറിഞ്ഞു തന്നെ നമുക്ക് എന്ത് ചെയ്യണം? എക്സാമിനായിട്ട് പഠിക്കണം. അപ്പൊ മിസ്സിന് പറയാൻ പോകുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദ്യം പഠിക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയായിരിക്കും: 300 × 12 എന്ന് പറയുന്നത് 3600 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ചോദ്യം, ഈ 3600 എന്ന് പറയുന്ന ഈ ഒരു ഉത്തരം നമുക്കറിയാം. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ദ ഫോളോയിങ് അല്ലെ, ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന പ്രോസസ് ആണ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ആള് എന്ന് പറഞ്ഞാൽ 299 × 12 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, 300 × 12 3600 ആണെങ്കിൽ ഇവിടെ നോക്കണേ, 300 × 12 3600 ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. 300 × 12 3600 ആണ് എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് 299 × 12. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെയുള്ള ആദ്യത്തെ നമ്പർ, ഫസ്റ്റ് നമ്പർ എന്ത് ചെയ്തു? ഒരു നമ്പർ കുറഞ്ഞു, -1 ആയി അല്ലെ. 300-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു 1 കുറച്ചു. 300-ൽ നിന്ന് 1 കുറച്ച് 299 ആയി. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഇവിടെയുള്ള നമ്പർ 1 കുറഞ്ഞു, ആയിക്കോട്ടെ, ഇയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഈ 3600-ൽ നിന്ന് ഒരു 12 കുറച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഇവിടെയല്ലേ കുറഞ്ഞത്, എന്തിനാ ഇയാളെ കുറയ്ക്കുന്നത്? 300 എന്ന് പറയുന്ന ആള് 1 കുറഞ്ഞ് 299 ആയി. അപ്പോഴും ഇവിടെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നത് 12 ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് 12-നെ കുറച്ചാൽ മതി. ഇവിടെ നോക്കിയേ, 12-നെ കുറയ്ക്കുക. അപ്പോൾ ഇയാളെ കമ്പനി എന്ന് പറയുന്നത് ഇതാണ്. 299 × 12 എന്ന് പറയുന്നത് 3600-ൽ നിന്ന് 12 കുറയ്ക്കുന്നതാണ്. അടുത്ത് നോക്കി, 301 × 12. ഇവിടെ 301 × 12 ആയി. ഇത് മായ്ച്ചളയാം. 301 × 12. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ ആദ്യത്തെ നമ്പർ 1 കൂടുകയാണ് ചെയ്തത് അല്ലെ. 300 എന്ന് പറയുന്ന ആദ്യത്തെ നമ്പർ 1 കൂടി, നമ്മൾ എന്ത് ചെയ്തു? 1 ആഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 3600-ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 12 ആഡ് ചെയ്യണം, 12 കൂട്ടണം. ഇവിടെ 300 എന്ന് പറയുന്നത് 1 കൂടി 301 ആയി, 1 കൂടുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12 കൂട്ടണം, ആഡ് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ ആൻസർ എന്തായിരിക്കും? 301 × 12 3600 + 12. ലാസ്റ്റ് വൺ 300 × 13. 100 × 13 എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ 300-ന് വല്ല മാറ്റവും ഉണ്ടോ? ഇല്ല. പകരം മാറിയതാരാണ്? ഈ 12 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ മാറി. ഈ ഒരു നമ്പർ എന്തായി? 1 കൂടി. 12 ആണ് 1 കൂടിയത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3600-നോട് 12 ആണോ ഇനി കൂട്ടേണ്ടത്? അല്ല, 12 മാറി, വേറെ ആളായിട്ട് മാറി. മാറാതെ നിൽക്കുന്ന ആരാണ്? 300. നമ്മൾ എന്ത് ചെയ്യണം? 300 ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സിയുടേത് കറക്റ്റ് അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഓപ്ഷൻ എഴുതുമ്പോൾ A 2 ആണ്, B 3 ആണ്, C 1 ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷനിൽ കണ്ടിരിക്കുക. അപ്പൊ ഇതിൽ ഏതാണോ ശരി എന്ന് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. അതേപോലെ നിങ്ങൾക്കറിയാം, നമ്മുടെ പൃഥ്വി ബാച്ചിൽ ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫർ ഇന്നത്തോടെ തീരുകയാണ്. അപ്പൊ ഇനി ആരെങ്കിലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഓഫർ പ്രൈസിന്റെ. ഇന്നത്തോടു കൂടി നമുക്ക് ഓഫർ പ്രൈസിൽ നമ്മുടെ പൃഥ്വി ബാച്ച് പർച്ചേസ് ചെയ്യാനുള്ള ടൈം കഴിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും തന്നെ വേഗം പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് ആപ്പിൽ വെച്ച് കാണാം.